യാത്രയ്ക്ക് തൊട്ടു മുമ്പ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ലോഞ്ചിൽ രണ്ട് ബ്രിട്ടീഷ് പൗരന്മാർ അവരുടെ ഇന്ത്യയിലെ സന്ദർശനത്തിന് ശേഷം അവർ മടങ്ങുമ്പോൾ അവർ പങ്കുവച്ച ഒരു വീഡിയോ ആണ് അത്. അവരുടെ ചില രസകരമായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. രണ്ടുപേരും ഈ അപകടത്തിൽ രണ്ടുപേർക്കും ജീവൻ നഷ്ടമായി. ഈ അപകടത്തിന് തൊട്ടു മുമ്പാണ് അവർ ആ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. Goodbye, India. Goodbye. Thank you. 10-hour flight back to England. Going back happily calm. ഗുഡ് ബൈ ഇന്ത്യ എന്ന ഇരുവരും ഒരുമിച്ച് പറയുന്നുണ്ട്. അത് എന്താണ്, നമ്മൾ ചില സമയത്ത് ചില കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ അങ്ങ് സംഭവിച്ചു പോകുമല്ലോ, അതുപോലെ സംഭവിച്ചു പോയി അവരുടെ ജീവിതത്തിൽ, അവരുടെ യാത്രയിൽ എന്നും ഈ ഘട്ടത്തിൽ തോന്നുന്നു. എന്തായാലും ആ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ അവരുടെ ഇന്ത്യ സന്ദർശനമൊക്കെ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ഇനിയും നാട്ടിലേക്ക് എത്താൻ അവർ പറയുന്ന ഇംഗ്ലണ്ടിലേക്ക് എത്താൻ ഇനിയും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഗുഡ് ബൈ ഇന്ത്യ എന്നവർ പറയുന്നുണ്ട്. രണ്ടുപേരും അവരുടെ അനുഭവങ്ങളൊക്കെ ചുരുങ്ങിയ വാക്കുകളിൽ വളരെ ചിരിച്ച് സന്തോഷത്തോടെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതും ആ പിതാവും മകളുമാണ്. മകളെ യാത്ര അയക്കാൻ ആ പിതാവും ആ വിമാനത്താവളത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പെടുത്ത ചിത്രങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ആ കുട്ടി അപകടത്തിൽ മരിച്ചു എന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ അപകടത്തിന് ശേഷം വരുന്നത് നമുക്ക് തോരാ കണ്ണീരിൻ്റെ വാർത്തകൾ, വിവരങ്ങൾ തന്നെയാണ്. ബന്ധുക്കളുടെയും ഉറ്റവരുടെയും ഉടയവരുടെയും ഒക്കെ വേദനകളുടെ വിവരങ്ങളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്. പത്തനംതിട്ടയിലെ പുല്ലാട്ടെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതുപോലെയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, വിവിധ നാടുകളിൽ നിന്ന്, വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇത്തരം വേദനകളുടെ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചകൾ അങ്ങനെ അത്തരം കണ്ണീര് അടക്കാൻ പാടുപെടുന്ന ബന്ധുക്കളുടെയൊക്കെ വിവരങ്ങളാണ് പല സ്ഥലത്തു നിന്നും വരുന്നത്. ഇതാ ഹോസ്റ്റലിലെ മെസ്സാണ്. അവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നാളെ ഡോക്ടർമാരായി രോഗികളെയൊക്കെ ചികിത്സിക്കേണ്ട യുവ ഡോക്ടർമാർ അല്ലെങ്കിൽ MBBS വിദ്യാർത്ഥികൾ, അതിൽ അവർ ആഹാരം കഴിക്കുന്നതിനിടെയാണ് ഈ വലിയ അപകടം ഉണ്ടാകുന്നത്. പിന്നീട് വന്ന ചില ദൃശ്യങ്ങളിൽ അവർ ഈ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് വളരെ സാഹസികമായി ചാടുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിൽ ചിലരൊക്കെ പരിക്കുകളോടെ ഇപ്പോഴും ആശുപത്രിയിലുണ്ട്. 60ഓളം ആളുകൾ ഈ ഹോസ്റ്റലിലെ താമസിക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സ് അടക്കം, വിദ്യാർത്ഥികളടക്കം 60ഓളം ആളുകൾ വിവിധ ആശുപത്രികളിൽ അവിടെ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ IMA ഒക്കെ ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിൽ 3 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായി പറയുന്നത്. 5 പേർക്ക് ജീവൻ നഷ്ടമായി എന്ന ചില റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണക്കുകളും വിവരങ്ങളും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഹോസ്റ്റലിലെ ആ സമയത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ എത്രയോ കണ്ണീരടക്കാൻ പാടുപെടുന്ന കാഴ്ചകളാണ് അഹമ്മദാബാദിൽ നിന്ന് ഈ മണിക്കൂറുകളിലും വന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അവലോകന യോഗത്തിന് മുമ്പ് അവിടെ ആശുപത്രിയിൽ അഹമ്മദാബാദിലെ സിവിൽ ഹോസ്പിറ്റലിലെത്തി രോഗികൾ, അവിടെ ചികിത്സയിലുള്ളവരെയൊക്കെ കാണുകയും ഒക്കെ ചെയ്തു. അതിൽ പലരും ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവരായിരുന്നു, മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. അവരെയൊക്കെ കാണുകയും അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഒരു ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. യോഗ തീരുമാനങ്ങൾ അദ്ദേഹം പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുകയും ചെയ്തു. ആ സമയത്തെ ദൃശ്യങ്ങളാണിത്.